വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ നമ്മൾ ഡെസേർട്ട് ഉണ്ടാക്കാറുള്ളൂ. അതൊന്നാമത് ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ ഇതേപോലെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെന്നും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണെങ്കിലും ഡെസേർട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു ഗുഡ് ഡേൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ ഗുഡ് ഡേ ഉള്ളതുകൊണ്ടാണ് ഇതെടുത്തത്. ഇത് ഫൈനായിട്ട് ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ചോപ്പറിൽ വെച്ചിട്ട് തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു ഇത്തിരി ഫ്രഷ് ക്രീമും അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻസ്ഡ് മിൽക്കുമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിലർക്ക് നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചാലും മതി. അങ്ങനെ ഇത് നന്നായിട്ട് ഫൈനായിട്ട് മിക്സ് ചെയ്യണം. ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡെസേർട്ട് സെറ്റ് ചെയ്യാനുള്ള ആ ഒരു ട്രേ ആണ് എടുക്കുകയാണ്. ഞാനൊരു പുഡിംഗ് ട്രേ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇതിലേക്ക് ഇട്ടെടുത്ത് ഒരു ലെയറായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു സ്പൂൺ കൊണ്ട് തന്നെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് സ്പൂൺ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് അടുത്ത ലെയറായിട്ട് അങ്ങനെ എത്ര പാത്രം അങ്ങനെ കംപ്ലീറ്റ് ആണ് വരെയുള്ള രീതിയിൽ നമ്മളിത് ഓൾട്ടർനേറ്റീവായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ബാല എന്തെങ്കിലും ഒരു ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ പൊടി തന്നെ കുറച്ച് ബാക്കിയുണ്ടേന്. അപ്പോൾ അത് ചെറുങ്ങനെ ഇങ്ങനെ ലൈനായിട്ട് ഇട്ട് കൊടുക്കാൻ നേരം അതൊന്ന് പാളിയോന്ന് സംശയം. സാരില്ല, ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാനുള്ള തന്നെയല്ലേ, അങ്ങനെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറേയൊക്കെ കലാവിരുദ്ധമുള്ളവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൊടിക്കൈകൾ മേലൊക്കെ ചെയ്ത് നോക്കിക്കൊള്ളിട്ടോ. അപ്പോൾ സംഭവം കഴിച്ചാൽ പൊളിയാണ്. പിന്നെ പണ്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ ബിസ്ക്കറ്റും ടേസ്റ്റുള്ളതാണ്, മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും ഒക്കെ ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കൂടി കലരുമ്പോൾ ടേസ്റ്റ് ഉള്ളതാണെന്നുള്ളത് സ്വാഭാവികം. പക്ഷെ എന്നാലും ഇതൊന്ന് ടേസ്റ്റ് അറിയുക തന്നെ വേണം, പൊളി ടേസ്റ്റ്. ഉച്ചക്കൊക്കെ ഫുഡ് കഴിച്ചിരിക്കുമ്പോൾ നമ്മൾക്കൊരു ഡെസേർട്ട് കഴിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എപ്പോഴെങ്കിലും ഒരു സ്പൂൺ എടുത്ത് നമുക്ക് കഴിക്കുമ്പം ഡെസേർട്ട് കഴിച്ചെന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ചെയ്യും. സംഗതി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, പിന്നെ കാണാം, ബൈ.